പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്നും പാൽ ഉൽപാദനക്ഷമതയിൽ ഒന്നാമതെത്താൻ കേരളത്തിന് സാധിക്കുമെന്നും മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി. പാൽ ഉൽപാദനക്ഷമതയിൽ കേരളം ഇപ്പോൾ രണ്ടാമതാണെന്നും ഒന്നാമതുള്ള പഞ്ചാബിനൊപ്പം എത്താൻ കേരളത്തിനാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സഹകരണ വാർഷികത്തോടനുബന്ധിച്ച് ദേശീയ ക്ഷീരവികസന ബോർഡും മിൽമയും സംയുക്തമായി സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന വിഷയത്തിൽ സംസ്ഥാനതല ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സ്ഥല സൗകര്യത്തിലെ കുറവ് കൊണ്ടാണ് കേരളത്തിന് കാലിത്തീറ്റ ഉൽപാദനത്തിൽ മുന്നേറാൻ സാധിക്കാത്തതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തീറ്റപ്പുല്ല് കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ക്ഷീര കർഷകരിൽ എത്തിക്കാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ തുടങ്ങിയ ഈ സമൃദ്ധ പദ്ധതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും. ക്ഷീര കർഷകർക്ക് ഏറ്റവും കൂടുതൽ പാൽവില നൽകുന്നത് കേരളമാണെങ്കിലും ഉൽപാദന ചെലവ് കൂടുതലുള്ള സംസ്ഥാനവും നമ്മുടേതാണ്. പാൽ ഉൽപാദന ചെലവ് കുറയ്ക്കാനുള്ള പദ്ധതികളിലൂടെയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചും സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് കേരളം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കുന്നതിലും സ്വയം പര്യാപ്തമാക്കുന്നതിലും ക്ഷീരമേഖലയിലെ 8 കോടി കർഷകർ ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് അധ്യക്ഷത വഹിച്ച ദേശീയ ക്ഷീരവികസന ബോർഡ് ചെയർമാൻ ഡോക്ടർ മീനേഷ് സി ഷാ പറഞ്ഞു. 2024-25 മിൽമയുടെ മൊത്തം വിറ്റുവരവ് 4327.24 കോടി രൂപയായിരുന്നുവെന്നും ഇത് 2030 ആകുമ്പോഴേക്കും 15% പ്രതിവർഷ വർധനവിലൂടെ 10,052 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവ് ലക്ഷ്യമിടുന്നുണ്ടെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു.